ഓരോ മത്സരത്തിലും പ്ലേ ഓഫ് സാധ്യതകൾ മാറിമറിയുന്ന ഘട്ടത്തിലേക്ക് IPL കടന്നു കഴിഞ്ഞു. ആദ്യ 4 സ്പോട്ടിനായി ടീമുകൾ പോരടിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസ് ഡൽഹിയോട് പരാജയപ്പെട്ടതോടെ പ്ലേ ഓഫ് കടമ്പയ്ക്ക് 16 പോയിന്റ് എന്നത് ഒരു ലക്ഷ്യമായി മുന്നിലുണ്ട്. മുംബൈ ഇന്ത്യൻസിനെതിരായ ജയത്തോടെ ആദ്യ 6ലേക്ക് കടന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യതകളും മുന്നോട്ടുള്ള പ്രയാണത്തിന് ചെന്നൈക്ക് പോസിറ്റീവും നെഗറ്റീവുമാകുന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നിലവിൽ 9 മത്സരങ്ങളിൽ നിന്ന് 4 ജയവും 5 തോൽവിയും ഉൾപ്പെടെ 8 പോയിന്റാണ് ചെന്നൈയുടെ കയ്യിലുള്ളത്. അസ്ഥിരതയാണ് ചെന്നൈയുടെ പ്രശ്നം. അവസാനത്തെ ചെന്നൈയുടെ 5 മത്സരങ്ങൾ എടുക്കാം. ജയം, തോൽവി, ജയം, തോൽവി, ജയം. ഇതാണ് അവസ്ഥ. 5 മത്സരങ്ങളാണ് ചെന്നൈക്ക് ഇനി ബാക്കിയുള്ളത്. അതിൽ 4 എണ്ണത്തിൽ ജയിച്ചാൽ പ്ലേ ഓഫിലേക്ക് മുന്നേറാം. ലക്നൌവിനെതിരെ 2 മത്സരങ്ങൾ, ഡൽഹിക്കെതിരെ 1 മത്സരം, ഹൈദരാബാദിനെതിരെ 1, ഗുജറാത്തിനെതിരെ അവസാന മത്സരം എന്നിങ്ങനെയാണ് ചെന്നൈക്ക് നേരിടാനുള്ളത്. വാങ്കഡയ്ക്ക് പുറമെ ചെപ്പോക്കിലും മുംബൈയെ പരാജയപ്പെടുത്തിയത് ചെന്നൈക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഒപ്പം താരങ്ങൾ ഫോമിലേക്ക് എത്തിയതും വലിയ ഘടകമാണ്. സഞ്ജു സാംസൺ ഫോമായാൽ മാത്രം ജയിക്കുകയും സഞ്ജു നേരത്തെ പുറത്തായാൽ ടീം പരാജയപ്പെടുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപം തൽക്കാലത്തേക്ക് CSK മാറ്റിയിട്ടുണ്ട്. സഞ്ജുവും ഉർവിലും പവർ പ്ലേക്കുള്ളിൽ തന്നെ മടങ്ങിയിട്ടും 8 വിക്കറ്റിന് ജയിക്കാനായത് CSKക്ക് കരുത്താണ്. നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് തുടർച്ചയായ 2ാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി കണ്ടെത്തി ടീമിനെ ജയിപ്പിച്ചത് വലിയ മൊമെൻ്റമാണ് ടീം ക്യാമ്പിനാകെ നൽകിയത്. ചെന്നൈയുടെ ചേഞ്ചസുകളും മികച്ചതായിരുന്നു. മുംബൈക്കെതിരെ 4 വിക്കറ്റുമായി ഏറ്റവും മികച്ചൊരു സ്പെൽ ചെയ്ത അക്കീൽ ഹുസൈനെ കളിപ്പിക്കാതെ ചെന്നൈ എന്താണിത് കാണിക്കുന്നതെന്ന് ആശ്ചര്യം ആരാധകർക്കുണ്ടായിരുന്നു. എങ്കിലും സമർത്ഥമായി ടീമിനത് മറികടക്കാനായി.